ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലാക്കലസ്റ്റർ ഓപ്പണിംഗ് ആണ്, ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് ട്രെൻഡിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഏഷ്യൻ മാർക്കറ്റുകൾ. അമേരിക്കൻ മാർക്കറ്റുകളും ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇനി മേജർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ, നമ്മളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ Q1 GDP ഡാറ്റ 30 വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ F&O എക്സ്പയറിയും കൂടി ഈ ആഴ്ചയുണ്ട്. ഈ ഇവൻറ്റുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇവൻറ്റുകളൊന്നും ഈ ആഴ്ചയില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ലാക്ലസ്റ്റർ മൂഡാണ്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ട്രെൻഡായിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. നമ്മളും ഇന്നലെ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈനടുത്താണ് നമ്മൾ ഇന്നലെ നിഫ്റ്റിയും സെൻസസും ഒക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ റാലി ചെയ്തിട്ടുള്ളൊരു കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ റാലി ചെയ്തിട്ടുള്ള കമോഡിറ്റി കോപ്പറാണ്. ഗോൾഡൊക്കെ ഫ്ലാറ്റ് ട്രെൻഡാണ് ഇന്ന് മോർണിംഗിൽ, അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ബ്രൻഡ് ക്രൂഡ് ഓയിൽ റാലി ചെയ്തിട്ടുണ്ട്. $80 പെർ ബാരലിനാണ് ബ്രൻഡ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ചെയ്യാതിരിക്കുകയാണ്. ഈജിപ്തിൽ നടന്നിട്ടുള്ള ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം ലിബിയയിൽ പൊളിറ്റിക്കൽ അൺറസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ലിബിയ 9 lakh ബാരൽ പെർ ഡേ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അവിടെ പ്രൊഡക്ഷൻ ഡിസ്റപ്ഷൻ വരുന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രൻഡ് ക്രൂഡ് ഓയിൽ റാലി ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് Q1 GDP, അതുപോലെ തന്നെ റിലയൻസിൻ്റെ AGM വരികയാണ്. റിലയൻസിൻ്റെ AGMൽ എന്തെങ്കിലും അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിലയൻസ് സ്റ്റോക്കിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാം. അത് ഇൻഡെക്സിനെ ബാധിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ മാത്രമാണ് ഈ ആഴ്ചയിൽ നമ്മളെ സംബന്ധിച്ചുള്ളൂ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് 30,000 കോടി രൂപ കയ്യിലുണ്ട്. വലിയ രീതിയിലുള്ള പ്ലാനുകളുണ്ട്. കാരണം QIPയിൽ 8,500 കോടി, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ങിൻ്റെ ഓഫർ ഫോർ സെയിലിൽ 3,200 കോടി, അതോടെ തന്നെ ഇൻ്ററിൻ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തതിൻ്റെ 5,100 കോടി, റിസർവിൽ 13,000 കോടിയുണ്ട്. ടോട്ടൽ 30,000 കോടിയുണ്ട്. വലിയ രീതിയിലുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡീമർജർ NCLT അപ്രൂവൽ മാത്രമാണ് പെൻഡിങ്ങിലുള്ളത്. അത് കഴിഞ്ഞാൽ ഡീമർജർ പ്രോസസ്സും അടുത്ത മാസങ്ങളിൽ ആരംഭിക്കും. അപ്പോൾ വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഹിൻഡാൽകോ, നമ്മൾ കഴിഞ്ഞ സൺഡേ പോഡ്കാസ്റ്റിലും പറഞ്ഞ സ്റ്റോക്ക് തന്നെയാണ്. ഹിൻഡാൽകോ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നേക്കാം. ഒപ്പം അലുമിനിയം പ്രൈസസും റിക്കവറി നേരിടുകയാണ്. അപ്പോൾ ആ റിക്കവറിക്ക് അനുസരിച്ച് അലുമിനിയത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും കൂടും. അപ്പോൾ ഹിൻഡാൽകോ, നാൽക്കോ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഒപ്പം കോപ്പർ പ്രൈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയരുകയാണ്. ഇതും ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ് ഉള്ള ഏക കമ്പനി ഹിൻഡാൽക്കോ ആണ്. അപ്പോൾ ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അഡാനിയുടെ കച്ച് കോപ്പറിൻ്റെ കമ്മീഷനിങ് അടുത്ത ഇയർ നടക്കാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് വേദാന്ത ഹിൻഡാൽക്കോ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ സമീറ അഗ്രോൻ്റെ ഇൻഫ്ര NSEയിലൊരു കമ്പനിയാണ്. 4:1 ബോണസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കാവേരി ടെലികോം ലോകത്തിൽ ആദ്യമായിട്ടൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കാവേരി ടെലികോം ഡുവൽ ബാൻഡ് 8 പോർട്ട് പാനൽ ആൻറ്റിനയാണ്. ഇത് ടെലികോം നെറ്റ്വർക്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ അവർ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ ലോയിൽ ട്രേഡ് ചെയ്യുന്ന പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഇല്ലാത്തൊരു കമ്പനിയാണ് കാവേരി ടെലികോം. 34-35 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. 20.12 കോടിയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. പ്രൊമോട്ടർ 15.14% അപ്പോൾ റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗ്ലോബലി ആദ്യമായിട്ടൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടാണ്. ടെലികോമിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു അപ്രിസിയേഷനൊക്കെ വന്നേക്കാം. കാരണം ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 34-35 രൂപയുള്ള 10 രൂപയാണ് ഫേസ് വാല്യൂ. റിസ്ക് എടുക്കുന്ന ഡെലിവറി ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. നമ്മൾ ഇന്ന് ഇൻവെസ്റ്റേഴ്സിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞ പോലെ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ സൊമാറ്റോ, അതുപോലെ തന്നെ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള മറ്റ് സ്റ്റോക്കുകളൊക്കെ ലോങ് റണ്ണിലേക്ക് വാങ്ങി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് IPO ഓപ്പൺ ചെയ്യുന്നുണ്ട്. പ്രീമിയർ എനർജീസിൻ്റെ IPO മെയിൻ ബോർഡിൽ ഓപ്പൺ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു IPO ആണ്. 450 രൂപയാണ് അതിൻ്റെ ഇഷ്യൂ പ്രൈസ് വരാൻ പോകുന്നത്. കാരണം അപ്പർ പ്രൈസ് ബാൻഡ് 450 അപ്പോൾ ലോങ് ടൈമിൽ IPOയിൽ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ആ IPOയിൽ നിക്ഷേപിക്കാം. ഒപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ NSE SMEയിലുള്ള ഇന്ത്യൻ ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ് ഇന്നലെ ഓപ്പൺ ആണ്. ഓൾറെഡി 12 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇന്നലെ തന്നെ
തന്നെ. അതോടൊപ്പം തന്നെ ഇന്ന് പവർ സെക്ടർ രംഗത്തുള്ള JB ലാമിനേഷൻസ് ലിമിറ്റഡ് ഓപ്പൺ ആവുകയാണ്. 1000 മാർക്കറ്റിലോട്ട് 146 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. അപ്പോൾ NSE SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനും ഈ IPOകളിൽ അപ്ലൈ ആവുന്നതാണ്. ഇന്നലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ NSE സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ മെയിൻ ബോർഡിൽ ലിസ്റ്റ് ചെയ്ത ഇൻ്ററാർക്ക് ബിൽഡിംഗ് പ്രൊഡക്ട്സ് 40% ലിസ്റ്റിംഗ് ഗെയിനോടുകൂടിയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രേസ്പോർട്ട് ലോജിസ്റ്റിക്സ് ഫോർകാസ്റ്റൊക്കെ 90% ലിസ്റ്റിംഗ് ഗെയിനോടുകൂടിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നും അപ്പർ സീലിംഗിലേക്ക് പോകാനാണ് ചാൻസസ് കൂടുതൽ. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വോളാറ്റിലിറ്റി ഒക്കെ ഗ്ലോബൽ ഇവൻറ്റിനനുസരിച്ചുണ്ടാവാം. എന്നിരുന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ആഴ്ചയിൽ നമ്മുടെ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.